ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കിപ്പോൾ തന്നെ കണ്ടിട്ട് മനസ്സിലായി കാണും ഇതെന്താണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതെന്ന്. ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഒരു നല്ല ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചു. ഇതിലേക്ക് ഒരു 8 വറ്റൽമുളക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. കുറച്ച് കാഷ്നട്ട് കൂടി ഇട്ട് കൊടുത്ത് രണ്ടും കൂടി ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത്തിരി കൂടെ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് നന്നായി പൊടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇത് ഒന്ന് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. കണ്ടില്ലേ, ഞാൻ ആ വറ്റൻമുളകും കാഷ്നട്ടും കൂടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കട്ട് ചെയ്ത ടൊമാറ്റോ ആണ്. ഞാൻ കുറച്ച് മുന്നേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ തക്കാളി. ഒരു 3 തക്കാളിയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ തക്കാളി കൂടെ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത്. അഥവാ നിങ്ങൾ അരക്കുന്ന സമയത്ത് വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ പാനൊന്ന് നല്ലപോലെ ചൂടാവട്ടെ. അതിനുശേഷം ഇതേപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഈ കറി ഉണ്ടാക്കാൻ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഈ ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ചെറുതായി ഉള്ളി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇതേപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി കൈവിടാതെ തന്നെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരു ചെറിയ ബ്രൗൺ കളറായി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റണം. ഈ ഒരു രീതിയിൽ വേണം ഉള്ളി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഉള്ളി വഴറ്റിയിട്ട് ഇതേപോലെ തയ്യാറാക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മിക്സിക്കകത്ത് അടിച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് കൂടി ഇട്ട് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലൊരു സ്മെല്ല് വരും, അതുവരെ വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതേപോലെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിനൊക്കെ കൂടെ ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ, ടൊമാറ്റോ കാഷ്നട്ട് പേസ്റ്റ്, അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ആ ഒരു അളവിലാണ് ഞാൻ ഈ മസാലയൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അതേപോലെ ചിക്കൻ കൂടുതലായി എടുത്ത് ഇതേപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മസാലയുടെ അളവും കൂട്ടേണ്ടി വരും. ഇതേപോലെ ഉള്ളി, ടൊമാറ്റോ, മുളക് പൊടി, മല്ലിപ്പൊടി ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടേണ്ടി വരും. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത്തിരി ഗരം മസാല കൂടി ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർക്കേണ്ടത്. ആവശ്യത്തിന് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിലും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഡക്കൺ അടച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഈ മസാലയൊക്കെ ഒന്ന് വെന്ത് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഡക്കണൊന്ന് അടച്ച് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് നേരം ഈ ഡക്കൺ അടച്ച് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് മസാലയൊക്കെ വെന്ത് കാണും. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച ചിക്കണില്ലേ, നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇതിലേക്കിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം.
ഇതൊന്നെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഈ റെസിപ്പി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗ്രേവി ചിക്കൻ കറിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. ഇതിനധികം പണിയേ ഇല്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഇതേപോലെ ഡക്കൺ അടച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കന് നല്ലപോലെ മസാല പിടിക്കുകയും ചെയ്യും, ഒരു 1/4 ഭാഗത്തോളം അത് വെന്ത് വരികയും ചെയ്യും. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ മാത്രമേ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഒരു 1/4 ഭാഗത്തോളം ഇത് വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ. ഇനിയിപ്പം നമ്മൾ ഇതിലോട്ട് കൂടുതൽ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ആ മിക്സിയിൽ അരച്ചെടുത്ത് കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അത് മാത്രമേ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു കുറച്ചൊക്കെ ഇത് കുക്കായി വന്നിട്ടുണ്ട് ചിക്കൻ. ഇനിയിപ്പോൾ ഈ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ചിക്കനിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം തീരെ ഇല്ല, കാരണം ചിക്കനകത്ത് തന്നെ വെള്ളം വരുമല്ലോ. ഇനിയിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇത്തിരി കൂടെ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഡക്കൺ അടച്ച് നമുക്ക് ചിക്കൻ നന്നായി വേവിച്ചെടുക്കാം. ഡക്കൺ അടച്ചു കൊടുത്ത് നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ രീതിയിൽ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ഇത് പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയൊരു ഇത്തിരി കൂടെ വേവാൻ ബാക്കിയുണ്ടത്രേ. ഡക്കൺ അടച്ച് ഒന്നുകൂടെ ഇത് വേവിച്ചെടുക്കാം നമുക്ക്. ഗ്രേവിയൊക്കെ നമുക്ക് ഇത്ര വേണം, ഇത്തിരി കൂടെ ഇത് വേവാൻ ബാക്കിയുണ്ടത്രേ. ഇനിയിപ്പോൾ ഒന്നുകൂടെ ഡക്കൺ അടച്ച് വേവിച്ചെടുക്കാം. ഇനി ഡക്കൺ അടച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കസൂരി മേത്തി കൂടെ ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഈ ഒരു കറിക്ക് കസൂരി മേത്തി മെയിനായിട്ട് വേണം. പൊടിച്ച് വെച്ച കസൂരി മേത്തി ഇതേപോലെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്ത് നമുക്കിവിടെ ഡക്കൺ അടച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഡക്കൺ അടച്ച് ഗ്യാസ് ഓഫ് ചെയ്തിടാം. കണ്ടില്ലേ, ഇത് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ എനിക്ക് മെസ്സേജിലൂടെ അറിയിക്കണം. ഏതൊരു സമയത്തും നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു കറി തയ്യാറാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. ഇനി ഇതേപോലുള്ള മറ്റൊരു വീഡിയോയിലൂടെ നെക്സ്റ്റ് വീക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.